അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലൊരു വലിയ കടലിരമ്പുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കാരണമറിയാത്ത ഭയം കൊണ്ട് കൈകാലുകൾ വിറയ്ക്കുകയും ലോകം മുഴുവൻ കൂടെയുണ്ടായിട്ടും നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടവനാണെന്ന് തോന്നുകയും ചെയ്ത ഒരർദ്ധരാത്രി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? നാം കഠിനമായി പരിശ്രമിക്കുന്നു, നാം ഓടുകയാണ്. പക്ഷേ എവിടെയോ ഒരു ശൂന്യത, നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെ ഒരു ഭാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ പ്രസംഗം നടത്താനല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലെ ആ ഭാരത്തെ അലിയിച്ചു കളയാൻ ശേഷിയുള്ള ഒരു ദിവ്യരഹസ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മളെല്ലാവരും ദിവസവും 100 തവണ ഉരുവിടുന്ന ഒരു സൂക്തം. പക്ഷേ നമ്മുടെ ആത്മാവിനെ അത് തൊട്ടിട്ടുണ്ടോ? നമ്മൾ ഓതുന്നത് ആയത്തുൽ കുർസിയാണ്. എന്നാൽ മഹാനായ റൂമി പറഞ്ഞതുപോലെ മിക്കവരും ഇതിൻ്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ, അതിൻ്റെ സംഗീതം അനുഭവിച്ചിട്ടില്ല. നാവുകൊണ്ട് പാരായണം ചെയ്താൽ അത് സംരക്ഷണമാണ്, എന്നാൽ ഹൃദയം കൊണ്ട് പാരായണം ചെയ്താൽ അത് വിപ്ലവമാണ്. നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? നാളെയെയോ, ദാരിദ്ര്യത്തെയോ, അതോ പരാജയത്തെയോ? ആയത്തുൽ കുർസി തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ആയുധങ്ങളെല്ലാം താഴെ വെപ്പിച്ചുകൊണ്ടാണ്. അല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഇതൊരു വചനമല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. നിങ്ങൾ ഭയപ്പെടുന്ന ആ മനുഷ്യനല്ല നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത്. നിങ്ങൾ പേടിക്കുന്ന ആ സാഹചര്യം നിങ്ങളുടെ വഴി തടയുന്നില്ല. സകല പ്രപഞ്ചവും ആരുടെ കയ്യിലാണോ അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. മഹാനായ റൂമി പഠിപ്പിച്ച ആ 7 രഹസ്യങ്ങൾ ഇന്ന് നാം തിരിച്ചറിയുകയാണ്. ഭയം എങ്ങനെ സമാധാനമായി മാറുന്നു? ഉത്കണ്ഠ എങ്ങനെ അചഞ്ചലമായ വിശ്വാസമായി മാറുന്നു? ആത്മീയ ലോകം നാവിനോടല്ല, ഹൃദയത്തോടാണ് പ്രതികരിക്കുന്നത് എന്ന് റൂമി പഠിപ്പിച്ചു. ഒരാൾ വർഷങ്ങളോളം വാക്കുകൾ ഉരുവിട്ടേക്കാം, പക്ഷേ ഒന്നും അനുഭവപ്പെടില്ല. എന്നാൽ മറ്റൊരു വ്യക്തി ഇതേ വാക്കുകൾ ഒരിക്കൽ മാത്രം മന്ത്രിക്കുകയും തൻ്റെ ആത്മാവ് പൂർണ്ണമായി മാറുന്നത് അനുഭവിക്കുകയും ചെയ്യുന്നു. വ്യത്യാസം വചനത്തിലല്ല, അത് സ്വീകരിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥയിലാണ്. ആയത്തുൽ കുർസി ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ വചനത്തിന് വലിയ ഘനമുണ്ട്, സംരക്ഷണമുണ്ട്, പ്രകാശമുണ്ട്, അധികാരമുണ്ട്, ദിവ്യ സാന്നിധ്യമുണ്ട്. എന്നാൽ ഇവയൊന്നും യാന്ത്രികമായോ വേഗത്തിലോ ഉള്ള പാരായണം കൊണ്ട് ഉണരില്ല. സാന്നിധ്യമില്ലാതെ ഖുർആൻ വചനങ്ങൾ ഓതുമ്പോൾ ഹൃദയത്തിനുള്ളിൽ അതൊരു ചലനവും ഉണ്ടാക്കുന്നില്ലെന്ന് റൂമി മുന്നറിയിപ്പ് നൽകുന്നു. അവ വെറും കാറ്റുപോലെ ചുണ്ടുകളിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ഹൃദയം ഉണർന്നിരിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കുമ്പോൾ, ഇതേ വചനം മറ്റൊരു ലോകത്തേക്കുള്ള വാതിലായി മാറുന്നു. പെട്ടെന്ന് നിങ്ങൾ വചനം പറയുക മാത്രമല്ല ചെയ്യുന്നത്, അത് അനുഭവിക്കുക കൂടിയാണ്. ആ വാക്കുകൾക്ക് പിന്നിലെ കരുത്ത് നിങ്ങൾ അറിയുന്നു. അതിൻ്റെ അർത്ഥങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന കാരുണ്യം നിങ്ങൾ തൊട്ടറിയുന്നു. അല്ലാഹു നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അവൻ നിങ്ങളുടെ സംരക്ഷകനാണെന്നും കാവൽക്കാരനാണെന്നും സാക്ഷിയാണെന്നും അന്നദാതാവാണെന്നും അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആത്മീയ ശക്തി ശബ്ദത്തിലല്ല, അതിനു പിന്നിലെ ആത്മാർത്ഥതയിലാണെന്ന് റൂമി ഊന്നി പറഞ്ഞത്. മിക്ക ആളുകളും ഒരു ശീലമായോ അല്ലെങ്കിൽ സംരക്ഷണത്തിന് നല്ലതാണെന്ന് കേട്ടതുകൊണ്ടോ വളരെ വേഗത്തിൽ ഇത് ഓതിത്തീർക്കുന്നു. എന്നാൽ ഈ സൂക്തം ആഗ്രഹിക്കുന്നത് വേഗതയല്ല, സാന്നിധ്യമാണ്. നിങ്ങളുടെ ഹൃദയമൊന്ന് നിൽക്കുന്ന, മനസ്സ് ശാന്തമാകുന്ന ആ ഒരു നിശ്ചലത അതാഗ്രഹിക്കുന്നു. ഞാൻ അല്ലാഹുവിൻ്റെ വചനങ്ങൾക്ക് മുന്നിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കണം. കാരണം ആ അവസ്ഥയിൽ കാര്യങ്ങൾ മാറുന്നു. ആ വചനം വെറുമൊരു വചനമായി നിൽക്കില്ല, അതൊരു കവചമായി മാറുന്നു, അതൊരാശ്വാസമായി മാറുന്നു. അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ടെന്നും അവൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും നിങ്ങളെ കാക്കുന്നുണ്ടെന്നുമുള്ള ഒരു ഓർമ്മിപ്പിക്കലായി അത് മാറുന്നു. ഹൃദയത്തിന് ഒരുപാട് വാതിലുകളുണ്ടെന്നും ആയത്തുൽ കുർസി അവ തുറക്കാനുള്ള ഒരു താക്കോലാണെന്നും റൂമി എഴുതി. എന്നാൽ വിനയവും അവബോധവും കൊണ്ട് ഹൃദയം തുറന്നിരിക്കുമ്പോൾ മാത്രമേ ആ താക്കോൽ പ്രവർത്തിക്കൂ. നിങ്ങളുടെ ഹൃദയം അശ്രദ്ധമാണെങ്കിൽ താക്കോൽ പൂട്ടിൽ തിരിയും, പക്ഷേ ഒന്നും തുറക്കപ്പെടില്ല. ഹൃദയം സാന്നിധ്യമുള്ളതാകുമ്പോൾ ആയത്തുൽ കുർസി നിങ്ങളെ പുറമേ നിന്നുള്ള ദ്രോഹങ്ങളിൽ നിന്ന് മാത്രമല്ല സംരക്ഷിക്കുന്നത്, അത് നിങ്ങളുടെ ഉള്ളിലെ കൊടുങ്കാറ്റുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. മനസ്സിൻ്റെ ഇരുണ്ട കോണുകളിൽ വളരുന്ന ഭയത്തിൽ നിന്നും, നുണകൾ മന്ത്രിക്കുന്ന ഉത്കണ്ഠകളിൽ നിന്നും, വിശ്വാസത്തെ ഉലയ്ക്കുന്ന സംശയങ്ങളിൽ നിന്നും, അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ചിന്തകളിൽ നിന്നും അത് കാവൽ നൽകുന്നു. ആ അവസ്ഥയിൽ ഈ വചനം നിങ്ങൾക്കുള്ളിൽ ജീവസുറ്റതാകുന്നു. വേഗത്തിൽ ഓതിത്തീർക്കുമ്പോൾ ആയത്തുൽ കുർസിയുടെ ശക്തി അനുഭവപ്പെടില്ല.
നിങ്ങളൊന്ന് നിർത്തി ശ്വാസമെടുത്ത് ഓരോ വാക്കിനെയും ഉള്ളിൽ അലിയാൻ അനുവദിക്കുമ്പോഴാണ് അത് അനുഭവപ്പെടുന്നത്. തീർക്കാൻ വേണ്ടിയല്ല, അനുഭവിക്കാൻ വേണ്ടി പാരായണം ചെയ്യുമ്പോഴാണ് മാറ്റം വരുന്നത്. ഒരു ശീലമായല്ല, ഒരു ദാഹമായി പാരായണം ചെയ്യുമ്പോൾ അത്ഭുതകരമായ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ശാന്തമാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. നെഞ്ചിലെ ഭാരം കുറയുന്നത് നിങ്ങൾ അറിയും. മനസ്സ് തെളിയുന്നു. നിങ്ങളുടെ ആത്മീയ ഊർജം ഉയരുന്നു. നീ തനിച്ചല്ല, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നീ നിരീക്ഷിക്കപ്പെടുന്നു എന്ന് ഉള്ളിൽ നിന്ന് ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നു. മിക്ക ആളുകൾക്കും ഈ അനുഭവം ലഭിക്കാത്തത് അവരുടെ ഹൃദയം മറ്റെവിടെയോ ആയിരിക്കുമ്പോൾ നാവുകൊണ്ട് മാത്രം ഇത് ഓതുന്നതുകൊണ്ടാണ്. റൂമി വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ രഹസ്യം ഇതാണ്. ആയത്തുൽ കുർസിയുടെ യഥാർത്ഥ ശക്തി നിങ്ങൾക്ക് വേണമെങ്കിൽ പാരായണത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവരിക. സാന്നിധ്യമാണ് എല്ലാറ്റിൻ്റെയും താക്കോൽ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനകളിലൊന്ന് നിയന്ത്രണം എന്ന മിഥ്യാധാരണയാണ്. ഓരോ ഫലത്തെയും മാറ്റാൻ തനിക്ക് കഴിയുമെന്നും ഓരോ നഷ്ടത്തെയും ഒഴിവാക്കാമെന്നും സ്വന്തം കരുത്തുകൊണ്ട് ജീവിതത്തെ പിടിച്ചു നിർത്താമെന്നും മനുഷ്യൻ വിശ്വസിക്കുന്നു. റൂമി എഴുതി, ഒരു മനുഷ്യന് ചുമക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാരമാണ് ഈ മിഥ്യാധാരണ. കാരണം ഇത് ഹൃദയത്തെ ഭയമുള്ളതും ഉത്കണ്ഠയുള്ളതും അടുത്തതെന്ത് സംഭവിക്കും എന്നോർത്ത് എപ്പോഴും വേവലാതിപ്പെടുന്നതുമാക്കി മാറ്റുന്നു. ആയത്തുൽ കുർസി തുടങ്ങുന്നത് തന്നെ ഈ മിഥ്യാധാരണയെ തകർത്തുകൊണ്ടാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റേതാണ്. ഈ വാക്കുകൾ അല്ലാഹുവിൻ്റെ ഏകത്വത്തെ മാത്രമല്ല വിവരിക്കുന്നത്, മറിച്ച് നിലനിൽക്കുന്ന എല്ലാറ്റിനും മേലുമുള്ള അവൻ്റെ പരമാധികാരത്തെ കൂടിയാണ് എന്ന് റൂമി വിശദീകരിക്കുന്നു. സൃഷ്ടികളിലൊന്നും തന്നെ അവൻ്റെ കൽപ്പനയില്ലാതെ ചലിക്കുന്നില്ലെന്നും അവൻ്റെ അറിവില്ലാതെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നില്ലെന്നും ഇത് വിശ്വാസിയെ ഓർമ്മിപ്പിക്കുന്നു. മിക്ക ആളുകളും ഇത് ദൃശ്യമായ ദ്രോഹങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണെന്ന് കരുതുന്നു. എന്നാൽ ഇതിൻ്റെ ആദ്യത്തെയും വലുതുമായ സംരക്ഷണം ആന്തരികമാണ്. അല്ലാഹു മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് ഒരു ഭാരം ഇറക്കി വെക്കപ്പെടുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ നിയന്ത്രിക്കണം എന്ന ഭാരമാണത്. നിങ്ങൾ ഭയപ്പെടുന്നതെല്ലാം അവനറിയാം. ഓരോ റിസ്ക്കും അവൻ കണക്കാക്കിയിട്ടുണ്ട്. ഓരോ പാതയും ഓരോ പ്ലാനും ഓരോ താമസവും നിങ്ങളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത അഗാധമായ ജ്ഞാനത്തോടെ അവൻ എഴുതിവെച്ചതാണ്. അതുകൊണ്ടാണ് റൂമി പറഞ്ഞത്, അല്ലാഹുവിൻ്റെ അധികാരമറിയുന്നവൻ ഒന്നിനെയും ഭയപ്പെടില്ല. കാരണം സകലതിനെയും ഉടമപ്പെടുത്തിയവൻ്റെ അറിവിൽ നിന്ന് ഒന്നിനും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവനറിയാം. ജീവിതം സ്വതന്ത്രമായിട്ടല്ല നീങ്ങുന്നത് എന്ന ഓർമ്മിപ്പിക്കലാണ് ആയത്തുൽ കുർസി. അല്ലാഹു അനുവദിക്കാതെ ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അല്ലാഹു തിരിച്ചുവിടാതെ ഒരവസരവും നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടില്ല. അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചത് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ സംരക്ഷണത്തിനായി അവൻ തടഞ്ഞുവെച്ചത് നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല. ബോധ്യത്തോടെ നിങ്ങൾ ഈ വചനം ഓതുമ്പോൾ വർഷങ്ങളായി അനുഭവിക്കാത്ത ഒരാശ്വാസം നിങ്ങളുടെ ഹൃദയത്തിന് ലഭിക്കുന്നു. ജീവിതം നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കരുതുമ്പോഴാണ് വേവലാതി ഉണ്ടാകുന്നത്. എന്നാൽ ജീവിതം അല്ലാഹുവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് സമാധാനമുണ്ടാകുന്നത്. ഈ സത്യം മറന്നുപോകുന്ന മനുഷ്യനെ കൈകൾ കൊണ്ട് തിരമാലകളോട് പൊരുതുന്നവനോടാണ് റൂമി ഉപമിക്കുന്നത്. അയാൾ അങ്ങേയറ്റം തളർന്നു പോകുന്നു. എന്നാൽ അല്ലാഹുവിൻ്റെ അധികാരം ഓർക്കുന്നവൻ തിരമാലകളാൽ നയിക്കപ്പെടുന്ന ഒരു കപ്പൽ പോലെയാകുന്നു. നിങ്ങളുടെ ജോലി പരിശ്രമിക്കലാണ്, ഫലം നിയന്ത്രിക്കലല്ല. നിങ്ങളുടെ ജോലി വിശ്വസിക്കലാണ്, ഉത്കണ്ഠപ്പെടലല്ല. നിങ്ങൾ നേരിട്ട ഓരോ നിരാശയും കൃത്യതയോടെ എഴുതപ്പെട്ടതാണ്. ഓരോ അടഞ്ഞ വാതിലും കാരുണ്യത്തോടെ സമയബന്ധിതമായി ചെയ്തതാണ്. ഓരോ താമസവും നിങ്ങളുടെ സംരക്ഷണത്തിനായി രൂപകൽപ്പന ചെയ്തതാണ്. നിങ്ങൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹവും നിങ്ങളുടെ കരുത്തുകൊണ്ടല്ല, അവൻ്റെ അനുവാദം കൊണ്ടാണ് വന്നത്. ആയത്തുൽ കുർസി നിങ്ങളുടെ ഹൃദയത്തോട് മന്ത്രിക്കുന്നു, നീ നിന്റെ ജീവിതത്തെ നയിക്കുന്നില്ല, അല്ലാഹുവാണ് അത് നയിക്കുന്നത്. നീ നിന്നെ തന്നെ പോറ്റുന്നില്ല, അല്ലാഹുവാണ് നിന്നെ പോറ്റുന്നത്. നീ തനിച്ചല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനം മനസ്സിലാക്കുന്ന വിശ്വാസി അചഞ്ചലനാകുന്നത്. ജീവിതത്തിലെ മാറ്റങ്ങളിൽ അവരുടെ ഹൃദയം വിറക്കില്ല. പ്ലാനുകൾ തകരുമ്പോൾ അവർ പരിഭ്രാന്തരാകില്ല. കാരണം എല്ലാ കാര്യങ്ങളും തിരിച്ചു ചെല്ലുന്നത് ഒരിക്കലും വിട്ടുപോകാത്തവൻ്റെ അടുത്തേക്കാണെന്ന് അവർക്കറിയാം. ആയത്തുൽ കുർസി ഓതുമ്പോൾ നിങ്ങൾ അല്ലാഹു ആരാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ ആരാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ദിവ്യമായ കരുതലിന് കീഴിലുള്ള ഒരു ദാസനാണ്. ലോകത്തിൻ്റെ കുഴപ്പങ്ങൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരാളല്ല. മുമ്പ് ഭയപ്പെട്ടിരുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു.
മുമ്പ് പൊരുതിയിരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ശാന്തനാകുന്നു. മുമ്പ് ഓടിയിരുന്ന ഇടങ്ങളിൽ നിങ്ങൾ പതുക്കെയാകുന്നു. ആദ്യമായി ഈ വചനം നൽകുന്ന ആഴമേറിയ സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ നിയന്ത്രണത്തിലല്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സുരക്ഷിതനായിരിക്കുന്നത്. മനുഷ്യനുള്ളിലെ ഏറ്റവും ശക്തമായ വികാരമാണ് ഭയം. അത് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു, സ്വപ്നങ്ങളെ പരിമിതപ്പെടുത്തുന്നു, വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്നു. റൂമി പഠിപ്പിച്ചു, സൃഷ്ടാവിന് മാത്രം അവകാശപ്പെട്ട ഒരു അധികാരം ഹൃദയം സൃഷ്ടികൾക്ക് നൽകുമ്പോഴാണ് ഭയമുണ്ടാകുന്നത്. ആളുകൾക്ക് നിങ്ങളെ ഉപദ്രവിക്കാനോ നിങ്ങളുടെ വിധിയെ തടയാനോ കഴിയുമെന്ന് നിങ്ങൾ കരുതുമ്പോൾ ഭയം വളരുന്നു. എന്നാൽ ആയത്തുൽ കുർസി ഈ മിഥ്യാധാരണയെ തകർക്കുന്നു. മിക്കവരും ഇത് പുറമേ നിന്നുള്ള സംരക്ഷണമാണെന്ന് കരുതുമ്പോൾ റൂമി വിശദീകരിക്കുന്നത് ഇതിൻ്റെ ആദ്യ സംരക്ഷണം നിങ്ങളുടെ മനസ്സിനുള്ളിലെ ഭയത്തിനെതിരെയാണ് എന്നാണ്. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾക്കൊന്നും സ്വന്തമായി കരുത്തില്ല. അള്ളാഹു അനുവദിക്കാതെ അവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തൊടാൻ കഴിയില്ല. അവൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കും. ഇത് നിങ്ങൾ സത്യമായും വിശ്വസിച്ചാൽ എത്രത്തോളം ഭയമില്ലാതാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ, ഓരോ നഷ്ടത്തിനു പിന്നിലും ഒരു കാരുണ്യമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാലോ ഭയമില്ലാതാകും. ഭയമെന്നത് യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്ന ഒരു തിരശീലയാണ് എന്ന് റൂമി എഴുതി. ആ തിരശീല നീങ്ങുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നവൻ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ആയത്തുൽ കുർസി ആ തിരശീല നീക്കുന്നു. ആയത്തുൽ കുർസി ഓതുന്ന വിശ്വാസി ധൈര്യനും ശാന്തനുമായി മാറുന്നു. അവർ എല്ലാ കോണിലും ഭീഷണി കാണുന്നില്ല. അവർ കാര്യങ്ങളെ അമിതമായി ചിന്തിക്കുന്നില്ല. ഭയത്തിന് അവർ ഹൃദയത്തിൽ സ്ഥലം നൽകുന്നില്ല. കാരണം സകല അധികാരത്തിൻ്റെയും ഉടമ സംരക്ഷിക്കുന്നവനെ ആർക്കും കീഴടക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. ലോകത്തെ നോക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ നോക്കാൻ നിങ്ങൾ പഠിക്കുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ അനുവാദത്തിലാണെന്ന് തിരിച്ചറിയുമ്പോൾ ഭയത്തിൻ്റെ പിടി അയയുന്നു. റൂമി പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശക്തി അറിയുന്ന ഹൃദയം ഒരു പർവ്വതം പോലെയാണ്. അതിന് ചുറ്റും കൊടുങ്കാറ്റുകൾ ഉണ്ടായേക്കാം, പക്ഷേ ഒന്നിനും അതിനെ മാറ്റാൻ കഴിയില്ല. ഇതാണ് ഈ സൂക്തം നൽകുന്ന സമ്മാനം. അത് ലോകത്തിൽ നിന്ന് ഭയത്തെ മാറ്റുന്നില്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയത്തെ മാറ്റുന്നു. ജീവിതത്തിൽ നിങ്ങൾ നിസ്സഹായരാണെന്ന് തോന്നുമ്പോഴാണ് അദൃശ്യമായ കാവൽക്കാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയേണ്ടത്. ആയത്തുൽ കുർസി വെറുമൊരു വചനമല്ല, അള്ളാഹുവിൻ്റെ സ്വന്തം വാക്കുകളിൽ എഴുതപ്പെട്ട സംരക്ഷണത്തിനുള്ള നേരിട്ടുള്ള അപേക്ഷയാണ്. ഇതോതുമ്പോൾ നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ച ഒരു കവചത്തിനു കീഴിലേക്ക് മാറുകയാണ്. യഥാർത്ഥ സംരക്ഷണമെന്നാൽ അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ മറ്റൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്നതാണ്. നിങ്ങൾക്ക് വരാനിരുന്ന ദ്രോഹങ്ങൾ നിങ്ങൾ അറിയുന്നതിനു മുമ്പേ നീക്കം ചെയ്യപ്പെടുന്നു. നിങ്ങളെ തകർക്കുമായിരുന്ന വാക്കുകൾ നിങ്ങളെ സ്പർശിക്കാതെ കടന്നുപോകുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് ഇതോതുന്നവർക്ക് അള്ളാഹു ഒരു കാവൽക്കാരനെ ഏൽപ്പിക്കുന്നു എന്നത് വെറുമൊരു പ്രതീകാത്മകമായ കാര്യമല്ല, അത് ആത്മീയ യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും ആ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല. വീടിനു പുറത്തേക്കിറങ്ങുമ്പോൾ നിങ്ങൾ തനിച്ചല്ല. അദൃശ്യമായ ഒരു അതിർവരമ്പ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്നു. നിങ്ങൾക്ക് വരാനിരുന്ന അപകടങ്ങൾ ലഘൂകരിക്കപ്പെടുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നു. ഈ സംരക്ഷണം എപ്പോഴും ശബ്ദായമാനമാകില്ല, അത് നിശബ്ദവും സൂക്ഷ്മവുമായിരിക്കും. ഭയപ്പെട്ടിരുന്ന സാഹചര്യങ്ങളിൽ ഹൃദയത്തിന് ലഭിക്കുന്ന അസാധാരണമായ ശാന്തി അതിൻ്റെ ലക്ഷണമാണ്. ആയത്തുൽ കുർസി ശരീരത്തെ മാത്രമല്ല, ആത്മാവിനെയും സംരക്ഷിക്കുന്നു. സംശയങ്ങൾ വരുമ്പോൾ അത് വിശ്വാസത്തെ കാക്കുന്നു. ഉത്കണ്ഠ വരുമ്പോൾ അത് സമാധാനത്തെ കാക്കുന്നു. മനുഷ്യൻ പരിമിതമായ അറിവിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഉത്കണ്ഠപ്പെടുന്നത്. നിങ്ങൾ കാര്യങ്ങളുടെ ഉപരിതലം മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ജീവിതം നിങ്ങൾ കാണുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. സ്വന്തം അപൂർണമായ അറിവുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് കരുതുമ്പോഴാണ് ഉത്കണ്ഠ വരുന്നത്. എന്നാൽ സർവജ്ഞാനിയായ അള്ളാഹുവിൽ സമർപ്പിക്കുമ്പോൾ സമാധാനം ലഭിക്കുന്നു. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുത്ത് ശുപാർശ ചെയ്യാൻ കഴിയുന്നവൻ ആരാണ്? അവരുടെ മുൻപിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. ഈ വചനം എല്ലാ ഭയത്തെയും ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ ഭാവിയിൽ എന്താണുള്ളതെന്നും നിങ്ങളുടെ ഭൂതകാലത്തിലെ മുറിവുകളും സങ്കടങ്ങളുമൊക്കെ അവൻ അറിയാം. നിങ്ങളൊരു നിമിഷം കാണുമ്പോൾ അവൻ പൂർണ്ണ ചിത്രം കാണുന്നു. നിങ്ങളൊരു തടസ്സം കാണുമ്പോൾ അവനൊരു ദിശമാറ്റമാണ് കാണുന്നത്. സത്യസന്ധമായ ഭരമേൽപ്പിക്കൽ എന്നാൽ അള്ളാഹു നമുക്കിഷ്ടമുള്ളത് നൽകുമെന്ന് വിശ്വസിക്കലല്ല, മറിച്ച് നമുക്കറിയാത്തത് അവൻ അറിയുന്നു എന്ന് വിശ്വസിക്കലാണ്. നിങ്ങൾ കാണാത്ത അപകടങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. ചില കാര്യങ്ങൾ വൈകുന്നത് നിങ്ങളുടെ ഹൃദയത്തിന് ആ സമയം അത് നല്ലതല്ലാത്തത് കൊണ്ടാണ്. ആയത്തുൽ കുർസി നിങ്ങളുടെ ഹൃദയത്തെ ഈ വലിയ സത്യവുമായി ബന്ധിപ്പിക്കുന്നു.
നിങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ അറിവിനുള്ളിലാണ്, അവൻ്റെ ജ്ഞാനത്താൽ വലയം ചെയ്യപ്പെട്ടതാണ്. എന്തിനാണിതെനിക്ക് സംഭവിച്ചത് എന്ന ചിന്തയിൽ നിന്ന് എനിക്കറിയാത്തത് അള്ളാഹു അറിയുന്നു എന്ന ചിന്തയിലേക്ക് നിങ്ങൾ മാറുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ഹൃദയം യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നത്. ലോകത്തോട് പ്രതികരിച്ചാണ് മിക്കവരും ജീവിക്കുന്നത്. ആളുകളുടെ അഭിപ്രായങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം അവർ മറന്നുപോകുന്നു. ആയത്തുൽ കുർസി നിങ്ങളുടെ യഥാർത്ഥ ആത്മീയ സ്ഥാനം വീണ്ടെടുക്കുന്നു. അള്ളാഹു അൽ ഹയ്യുൽ ഖയ്യൂമാണെന്നോർക്കുമ്പോൾ നശ്വരമായതിനെ നിങ്ങൾ ഭയപ്പെടുന്നത് നിർത്തുന്നു. അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും ഉടമയെന്നറിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുന്നത് നിങ്ങൾ നിർത്തുന്നു. നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ വിജയങ്ങളിലോ പരാജയങ്ങളിലോ അല്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിച്ചവനിലാണ്. ഓരോ തവണ പാരായണം ചെയ്യുമ്പോഴും ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും ഓരോ അടറുകൾ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. ലോകത്തേക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ സഹായം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. നിങ്ങൾ തനിച്ചല്ലെന്ന ബോധം നിങ്ങളെ അന്തസ്സുള്ളവരാക്കുന്നു. അള്ളാഹുവിനെ അറിയുന്ന ദാസൻ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ശാന്തിയോടെ നടക്കുന്നു. ലോകത്തിനു അത് മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷേ ഉത്തരം ലളിതമാണ്. നിങ്ങൾ അള്ളാഹുവിനോടൊപ്പമാണ്. ആയത്തുൽ കുർസി നിങ്ങൾക്ക് വെറുമൊരു സഹായമല്ല നൽകുന്നത്, അത് നിങ്ങൾക്കൊരു പുതിയ വ്യക്തിത്വം നൽകുന്നു. ഉറപ്പിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു വ്യക്തിത്വം. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം. അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും അവർക്ക് ലഭിക്കുകയില്ല. അവൻ്റെ സിംഹാസനം ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. അവ രണ്ടിൻ്റെയും സംരക്ഷണം അവനെ തളർത്തുകയില്ല. അവൻ അത്യുന്നതനും മഹാനുമാണ്. ആയത്തുൽ കുർസി മനഃപ്പാർത്ഥമാക്കി മറക്കാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. മഹാനായ റൂമി പതിപ്പിച്ചതുപോലെ സാന്നിധ്യത്തോടെ ഇതോതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മാറ്റം തുടങ്ങുന്നു. ഭയം കുറയുന്നു, വിശ്വാസം കൂടുന്നു. നിങ്ങൾ കാണാത്ത സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാകുന്നു. നിങ്ങൾ ഈ വചനങ്ങൾ മുൻപും കേട്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അതിനു പിന്നിലെ രഹസ്യങ്ങൾ നിങ്ങൾക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആയത്തുൽ കുർസി നിങ്ങൾ ഇന്ന് കേട്ടത് ഒരു വിശദീകരണമായി മാത്രമാകരുത്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഓർമ്മിപ്പിക്കലായി ജീവിക്കട്ടെ. നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ മറക്കപ്പെട്ടവനല്ല. നിങ്ങളുടെ ജീവിതം നിയന്ത്രണമില്ലാതെ ഒഴുകുന്നില്ല. ഒരിക്കലും ഉറങ്ങാത്ത, ഒരിക്കലും മറക്കാത്ത, തൻ്റെ ദാസന്മാരെ ഒരിക്കലും കൈവിടാത്ത അള്ളാഹുവിൻ്റെ കാവലിലാണ് നിങ്ങൾ. ഇന്നു മുതൽ ആയത്തുൽ കുർസി നിങ്ങൾ ഓതുമ്പോൾ വേഗത്തിൽ തീർക്കാനുള്ള ഒരു വചനമാക്കരുത്. ഒന്ന് നിർത്തൂ, ശ്വാസമെടുക്കൂ, ഹൃദയത്തോടെ ഓതൂ. എന്നെ സംരക്ഷിക്കുന്നത് എൻ്റെ പ്ലാനുകളല്ല, എൻ്റെ കരുത്തല്ല, എൻ്റെ ബന്ധങ്ങളല്ല, എന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹുവാണ് എന്ന ബോധ്യത്തോടെ ഓതൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, ഭയം കുറയുന്നു, ഉത്കണ്ഠ ശമിക്കുന്നു, ഹൃദയം ശാന്തമാകുന്നു. കാരണം ആയത്തുൽ കുർസി ഒരു കവചം മാത്രമല്ല, അള്ളാഹുവിൻ്റെ തണലിലേക്കുള്ള ഒരു വാതിലാണ്. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മളെല്ലാവരും അള്ളാഹുവിനെ കൂടുതൽ അറിയുന്നവരും അവനിൽ കൂടുതൽ ആശ്രയിക്കുന്നവരുമായ ഹൃദയങ്ങളായി മാറട്ടെ. അള്ളാഹു നമ്മെ ആയത്തുൽ കുർസിയെ മനസ്സിലാക്കി ജീവിച്ച് അനുഭവിച്ചു പാരായണം ചെയ്യുന്ന ദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.